കുര്യൻജി മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായ ശേഷം അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ എന്തെങ്കിലും മാറ്റം വന്നതായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ശരീരഭാഷയിലോ പ്രവർത്തന ശൈലിയിലോ എന്തെങ്കിലും? ഞാൻ പറഞ്ഞല്ലോ, 91 മുതൽ ഞാൻ മോഡിജിയെ കാണുന്നതാണ്. അത് കഴിഞ്ഞ് പടിപടിയായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വർഷങ്ങളുടെ പ്രക്രിയയുടെ ഭാഗമായിട്ട്, രാഷ്ട്രീയ പ്രക്രിയയുടെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ട്. എന്തെങ്കിലും മാറ്റമെന്ന് ചോദിച്ചാൽ അദ്ദേഹം കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി, കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കൂടുതൽ ആത്മവിശ്വാസവും കൂടുതൽ ഊർജ്ജസ്വലതയോടും കൂടി കൂടുതൽ ജനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. ഞാൻ എടുത്ത് ചോദിക്കാൻ കാര്യം, പല തരത്തിലുള്ള വിമർശനങ്ങൾ തുടക്കം തൊട്ട് പെട്ടെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനമായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെയും പല മാധ്യമങ്ങളുടെയും പ്രധാന പരിഹാസ വിഷയം. അതിനുശേഷം ഒരുപക്ഷെ രണ്ടാമത്തെ ടേമിലേക്ക് എത്തുമ്പോഴാണ് എന്തിനായിരുന്നു ആ യാത്ര എന്നത് ഇവിടെയുള്ളവർ പോലും തിരിച്ചറിയുന്നത്. ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തെ കാണുന്ന രീതി, സമീപനം മാറുന്നു. ഏറ്റവും ഒടുവിൽ, ഞാൻ അധികം പറയാതെ പറയുന്നു, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ലോകം മുഴുവൻ പരിശ്രമിച്ചിട്ടും പരിഹരിക്കാൻ കഴിയാത്ത റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തോട് ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നു. ആരാണ്? റഷ്യയും യുക്രൈനും ഇറ്റലി അടക്കമുള്ള മറ്റ് ലോക രാഷ്ട്രങ്ങളും. അപ്പോൾ എവിടെ നിന്ന്, അതല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മളിൽ ചിലരെങ്കിലും നോക്കിക്കണ്ട രീതിയിൽ നിന്ന് എവിടേക്ക് എത്തി നിൽക്കുന്നു? തികച്ചും അഭിമാനകരമായ ഒരു മാറ്റം, ഒരു കുതിപ്പും തന്നെയല്ലേ അത്? അതായത് പ്രധാനമന്ത്രി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മഹത്തായ രാഷ്ട്രം, അതിൻ്റെ പാരമ്പര്യങ്ങൾ, അതിൻ്റെ ശക്തി, അത് പക്ഷേ ആ തലങ്ങളിലേക്ക് ഉയർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആ ഒരു രാഷ്ട്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ അംഗീകരിപ്പിക്കാൻ, ഈ രാജ്യത്തിന് ഈ ശക്തി പണ്ടുണ്ടായിരുന്നു, ഈ രാജ്യത്തിന് ഈ മഹത്വം പണ്ടുണ്ടായിരുന്നു, പക്ഷേ അത് ആർജിച്ചെടുക്കുവാൻ, ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ, ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ഇതുവരെയും സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ആദ്യം അദ്ദേഹം സാമ്പത്തിക രംഗം ശ്രദ്ധിക്കുകയും 5ാം തലത്തിലേക്ക്, അതായത് 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യയെ വളർത്തുകയും ചെയ്തത്. മാത്രമല്ല ഒരു 3ാം ശക്തിയായിട്ട് ഇന്ത്യ വളരുന്നു എന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും ലോകരാജ്യങ്ങൾ ഇന്ത്യ പറഞ്ഞാൽ കേൾക്കും, അല്ലെങ്കിൽ കേൾക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ ജനത, ഇന്ത്യയിലെ പോപ്പുലേഷൻ, ഇതെല്ലാം ഇവിടുത്തെ യുവത്വം, ഇതെല്ലാം തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമാണ്. ഇന്ത്യയുടെ മഹത്വം അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യം ഒരു കാലഘട്ടത്തിൽ അമേരിക്കയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ, ഒരു കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ, അല്ലെങ്കിൽ USSRനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ, അങ്ങനെയുള്ള മഹത്തായിട്ടുള്ള രാജ്യമാണ് എന്ന് ലോകം തിരിച്ചറിയുന്ന അവസരത്തിൽ, തിരിച്ചറിയാൻ വേണ്ടിയുള്ള പ്രക്രിയ ചെയ്ത അവസരത്തിൽ തീർച്ചയായിട്ടും ആ തലത്തിലേക്ക് ഭാരതം എത്തുകയാണ്. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് കേൾക്കുമെന്നുള്ളൊരു സാഹചര്യത്തിൽ സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ട് ലോകത്തേക്ക് പോകാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മാത്രമാണ്. അത് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് സമാധാനത്തിൻ്റെ ദൂതനായിട്ട് ലോകത്തിൽ ഇന്ത്യയുടെ ആ ചിന്തകൾ, ആശയങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് പോകാനുള്ള ആത്മവിശ്വാസം കിട്ടുന്നു. ആ രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ അംഗീകരിക്കും, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അംഗീകരിക്കും. അതിൻ്റെ തുടക്കം കുറിച്ചത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ ക്ഷണിക്കുന്നു റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലും പല കാര്യങ്ങളിലും അതേ രീതിയിൽ ഇന്ത്യയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭാരതത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്, നരേന്ദ്രമോദിയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷ കാലഘട്ടം കൊണ്ട് നരേന്ദ്രമോദി മാറ്റിയ ആ സാഹചര്യത്തിൽ നിന്നാണ് ഇത് ഉണ്ടായത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, തീർച്ചയായും ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞ് നിർത്തിയിടത്തു നിന്നാണ്. അതായത് പ്രധാനമന്ത്രി എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ, ലോക നേതാക്കൾക്കിടയിൽ ലഭിക്കുന്ന ആ സ്വീകാര്യതയുണ്ട്. പക്ഷേ ഇതിലെല്ലാം വല്ലാതെ വിരളി പൂണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം. അവർ നിരന്തരം വിമർശനം ഉന്നയിക്കുന്നത് ഇപ്പോൾ ഇത് ഒരു വ്യക്തി കേന്ദ്രീകൃതമാകുന്നു എന്നാണ്. ശരിക്കും ഒരു പ്രധാന ജനസേവകനിൽ കേന്ദ്രീകൃതമാകുന്നതിൽ എന്താണ് തെറ്റ്? അല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത
അങ്ങനെയായിരുന്നല്ലോ നെഹ്റുവിൻ്റെ കാലത്ത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എല്ലാവർക്കും അറിയാം, പാർട്ടി പോലും ഇല്ലായിരുന്നു. അങ്ങനെയാണോ കോൺഗ്രസ്സുകാർ പറഞ്ഞത്, ഇന്ത്യ ഈസ് ഇന്ദിര, ഇന്ദിര ഈസ് ഇന്ത്യ എന്നാണ് പറഞ്ഞിരുന്നത്. എല്ലാ കാലഘട്ടത്തിലും വ്യക്തി കേന്ദ്രീകൃതമായിരുന്നു. ഇതിൻ്റെ കാരണം ഭരണഘടനാപരമായിട്ടുള്ള അധികാരങ്ങൾ പ്രധാനമന്ത്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തീരുമാനങ്ങളും ദിശാബോധവും തീരുമാനിക്കാനുള്ള അധികാരം ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രിക്കാണ്. ഫസ്റ്റ് എമംഗ് ഈക്വൽസ് എന്ന് പറയുന്ന അവസരത്തിൽ ആ പ്രഥമമായിട്ടുള്ള സ്ഥാനം നിർവഹിക്കാനുള്ള ശേഷി ഒരാൾക്കുണ്ടായി കഴിയുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. ജനപിന്തുണ കൂടുന്ന അവസരത്തിൽ അതിനെ എതിർക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത് വ്യക്തി കേന്ദ്രീകൃതം എന്ന് പറയുന്നു. ഒരാൾക്ക് ജനപിന്തുണ കൂടുമ്പോൾ എങ്ങനെ അത് വ്യക്തി കേന്ദ്രീകൃതമാവും? അതാണ് കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം. അതാണ് നരേന്ദ്രമോദിക്ക് ജനപിന്തുണ കൂടുന്നു, ലോകത്തിൻ്റെ അംഗീകാരം കൂടുന്നു. ആ അവസരത്തിൽ അതുപോലെ തന്നെ ഇന്ത്യക്ക് അംഗീകാരം കൂടുന്ന അവസരത്തിൽ അതിനെ ചെറുക്കാൻ അവർക്ക് താത്വികമായിട്ട് സാധിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ജനകീയമായിട്ട് സാധിക്കാത്തതുകൊണ്ട് ആണ് അവർ പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതം എന്ന് പറയുന്നത്. അതിനെ തീർച്ചയായിട്ടും അവരുടെ പരാജയമാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്.